ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യമേ തന്നെ FBI ഡയറക്ടറായിട്ട് കാശ് പട്ടേൽ തന്നെ ചുമതല ഏറ്റിരിക്കുകയാണ്. ഇത് അറിയാവുന്ന പോലെ തന്നെ ട്രംപ് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്, നോമിനേറ്റ് ചെയ്തത് കാശ് പട്ടേലിനെ. പ്രധാനമായിട്ടും ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വൈറ്റ് ഹൗസ് അറ്റാക്കിലൊക്കെ നടന്ന കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് കാശ് പട്ടേൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കാശ് പട്ടേലിന്റെ പേര് നോമിനേറ്റ് ചെയ്തത്. ഇത് സെനറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി US കോൺഗ്രസ്സിൽ. അതിൽ ഈ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള രണ്ടുപേര് തന്നെ ഈ കാശ് പട്ടേലിന് എതിരെയാണ് വോട്ട് ചെയ്തത്. ആകെ നിർണായകമായിട്ടുള്ള വോട്ടിങ്ങിലാണ് 51 വോട്ടുകളാണ് നേടിയത്. ആ രീതിയിൽ വളരെ 50-50 എന്നുള്ള നിലയിലാണ് കാശ് പട്ടേൽ ഈ ഒരു പൊസിഷൻ കൈയടക്കിയത്. അപ്പോൾ എന്തായാലും പുള്ളി ഓപ്പണിംഗ് സ്പീച്ച് ഒക്കെ കൊടുത്തു. ആ രീതിയിൽ ഇപ്പം FBI ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിസ്ഥാനികളെ എത്രയും വേഗം ഇന്ത്യക്ക് കൈമാറേണ്ട കുറെ ഖാലിസ്ഥാനികളുണ്ട്. അപ്പൊ ആ ഒരു ഖാലിസ്ഥാനികളെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, എക്സ്ട്രാഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റെപ്പ് ഇന്ത്യ എടുത്തിരിക്കുകയാണ് ഇപ്പം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാശ് പട്ടേൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവില് കാര്യങ്ങളെ നോക്കിക്കാണാൻ കാശ് പട്ടേലിന് തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. എന്തായാലും മുന്നോട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. കാരണം ഇത് കാശ് പട്ടേലും ഇന്ത്യയും മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, ഇത് US അഡ്മിനിസ്ട്രേഷനും ഇന്ത്യയുമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഒരു FBI ഡയറക്ടറുടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ ചിലപ്പം ഒരു പക്ഷേ നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ട ചില സാഹചര്യങ്ങൾ ഒരു തടസ്സങ്ങളും കൂടാതെ നമുക്ക് നടത്തി തരാൻ ഒരു പക്ഷേ കാശ് പട്ടേലിന്റെ ഒരു FBI ഡയറക്ടർ പോസ്റ്റ് ഒരു പക്ഷേ ഒരു സഹായകരമായേക്കാം എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്നിരുന്നാലും കാശ് പട്ടേൽ ഒരു US പൗരനാണ്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസി തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഇന്ത്യക്ക് ഗുണപരമാവുന്നെങ്കിൽ നല്ലതാണ്, അങ്ങനെ വിചാരിക്കുന്നു. ഒരുപാട് നമ്മൾ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ന് തന്നെ ഖാലിസ്ഥാനി തീവ്രവാദിയായിട്ടുള്ള അർഷ്ദീപ് സിംഗ് അഥവാ അർഷ്ദാൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ഖാലിസ്ഥാനിയുമായിട്ട് ബന്ധമുള്ള 2 ആൾക്കാർക്കെതിരെ ഇന്നലെ അഥവാ ഫെബ്രുവരി 20 നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ചാർജ് ഷീറ്റ് റെഡിയാക്കി തയ്യാറാക്കി നമ്മൾ US കാനഡയിലേക്കും അയച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളിലേക്ക് ഇത് അയച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ എക്സ്ട്രാഡിറ്റ് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇത് ഈ തുടർ നടപടികൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ FBI-യും NIA-യും കൂടെ ചേർന്നിട്ട് US-നെതിരെ നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ചില ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ. ഇതിനു മുമ്പ് തന്നെ FBI-യുമായിട്ട് ബന്ധപ്പെട്ട് അസ്സാമിൽ ഒരു ഓപ്പറേഷൻ FBI-യും NIA-യും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് US-ലുള്ള ആൾക്കാരെ വിളിച്ച് ഓൺലൈനിൽ ബാങ്കിങ് തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം, അങ്ങനെ ഒരു സംഘത്തെ അവർ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ചില ഓപ്പറേഷൻസ് ഒക്കെ US-ന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും ഇന്ത്യ കൊടുക്കുന്നുണ്ട്. NIA പിന്നെ NIA എന്ന് പറയുമ്പോഴത്തേക്കും 95% കൺവിക്ഷൻ ഉള്ള ഒരു ഏജൻസിയാണ്. NIA പിടിച്ചോണ്ട് വരുന്ന മിക്കവാറും കുറ്റവാളികളിലെല്ലാം തന്നെ 95%, 95% അവർ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ആക്യുറസി. 95% കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ് NIA. അപ്പൊ അത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ്. അത് കൂടാതെ വേറൊരു സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, 299 ഇല്ലീഗൽ എമിഗ്രന്റിനെ അമേരിക്ക പനാമയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാര്യം എന്തുകൊണ്ടാണ് ഇവരെ പനാമയിൽ എത്തിച്ചത്, ഇതിനകത്ത് ഇന്ത്യക്കാരുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യെസ്, ഇന്ത്യക്കാരുണ്ട്. ഏതാണ്ട് 60 മുതൽ 80 ഇന്ത്യക്കാരുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനകത്ത് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഇന്ത്യയുടെ മേളിലുണ്ട്. എന്തുകൊണ്ടാണ്? F-35 മേടിക്കാൻ വേണ്ടിയിട്ട്. F-35 മേടിച്ചേ പറ്റൂന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നമ്പർ 1, ഇത് നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കി വെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ തുടരെ മൈക്കിലൂടെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, എത്രയോ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ USAID നിന്ന് പൈസ പോയിട്ടുണ്ട്, ഇന്ത്യക്ക് മാത്രമല്ല. പക്ഷെ ഇന്ത്യക്ക് പോയത് മാത്രം എടുത്തു പറയുകയാണ് ചെയ്തത് മൈക്കിലൂടെ ഡൊണാൾഡ് ട്രംപ്. 21 മില്യൺ ഇന്ത്യക്ക് പോയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് പൈസ പല രാജ്യങ്ങൾക്ക് പോയിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം എന്താണ്? ഇവിടെ പ്രഷറുണ്ട്. ആ പ്രഷറിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 13 മോദി ട്രംപ് മീറ്റിംഗ് നടന്ന സമയത്ത് ചൈനയുമായിട്ട് ഉള്ള ബോർഡർ തർക്കത്തിൽ ഞാൻ ഇടപെടാം എന്ന് ട്രംപ് വീണ്ടും പറഞ്ഞത്രേ. അങ്ങനെ പറഞ്ഞ സമയത്ത് മോദി സ്ട്രിക്ട്ലി പറഞ്ഞതാണ്, ഇല്ലല്ല അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ചില വിഷയങ്ങളിൽ അമേരിക്കയുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളെ നമ്മൾ തടയുന്നുണ്ട്. ഈ തടസ്സം അമേരിക്കയ്ക്ക് താല്പര്യപ്പെടുന്നില്ല, പ്രത്യേകിച്ച് ട്രംപിന് താല്പര്യപ്പെടുന്നില്ല. മോദിയും ട്രംപും ഹൗഡി മോഡി അതൊക്കെ ഭയങ്കര ഫ്രണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു രാജ്യം ഭരിക്കുമ്പോഴത്തേക്കും അവർ രണ്ട് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആ രീതിയിലാണ് അവർ നിലപാടെടുക്കുന്നത് തന്നെയും. അപ്പൊ അങ്ങനെ ട്രംപ് ഒരു മടിയും കൂടാതെ മൈക്കിലൂടെ ഇന്ത്യയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അയാൾ ചെയ്തു. ഓക്കെ, ഫൈൻ, ഇന്ത്യക്ക് അതൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പുറമെയാണ് ഇപ്പൊ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുള്ളി എടുത്ത് പറഞ്ഞത് ഹാർലി ഡേവിഡ്സൺ ബൈക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് 100% താരിഫ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യ അറിയാലോ, ഇന്ത്യ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്, ഏറ്റവും കൂടുതൽ ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുള്ള കൺട്രിയും കൂടിയാണ്.
അപ്പൊ ആ രീതിയിൽ ഹാർലി ഡേവിഡ്സൺ പോലത്തെ ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ 100% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് ആൾമോസ്റ്റ് ഡബിൾ പ്ലസ് ആവുകയാണ്. ആ രീതിയിലുള്ള ബൈക്ക് ഇന്ത്യക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പറയുന്നത് നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉത്പാദിപ്പിക്കൂ, മാനുഫാക്ചർ ഇന്ത്യക്കുള്ളിൽ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലുള്ള കച്ചവടം കിട്ടും, നല്ല രീതിയിലുള്ള ലാഭം കിട്ടും. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ അതിന് കമ്പനി തയ്യാറാവുന്നില്ല. അങ്ങനെ താരിഫിന്റെ കൺസെഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ എന്ത് ചെയ്യണം? ഒരു റെസിപ്രോക്കൽ താരിഫ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാണ്ടിറ്റി എക്സ്പോർട്ടിന്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പൊ അത് തന്നെയാണ് SBI ഇന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. SBI അവര് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 3 മുതൽ 3.5% വരെ എക്സ്പോർട്ടിന്റെ ക്വാണ്ടിറ്റി കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതേ വരുവുള്ളൂ, അതിലുപരിയായിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഇന്ത്യ എടുത്ത നിലപാടിൽ വളരെ അപ്പൊ ഇന്ത്യ അതിനകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ഈ പനാമയിൽ ഇന്ത്യക്കാരെ കൊണ്ടുപോയതിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങളാണ്, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ F-35 ഇന്ത്യക്ക് മേടിക്കണമെന്നുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് IAF ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വേണം. അത് Su-57 ആവാം, അല്ലെങ്കിൽ F-35 ആവാം, സുക്കോയ് 57 ആവാം, അല്ലെങ്കിൽ F-35 ആവാം. നമുക്ക് സ്റ്റെൽത്ത് ഫൈറ്റർ വേണം. കാരണം സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഇപ്പം ചൈനയ്ക്കുള്ളിൽ ഒരു 300-400 കിലോമീറ്റർ ഉള്ളിലേക്ക് പോവുക, അവരുടെ കണ്ണിൽ പെടാതെ നമുക്ക് ഉള്ളിലേക്ക് പറന്ന് ചെന്ന് അവിടെ ആക്രമണങ്ങൾ നടത്തിയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഫ്ലൈറ്റ് നമുക്ക് വേണം. തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഫൈറ്റർ ജെറ്റ് നമുക്ക് വേണം. അപ്പൊ അത്രയും ലോങ് ഡ്യൂറേഷൻ ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റ് ആയിരിക്കണം. അത് സ്റ്റെൽത്ത് ഫൈറ്റർ തന്നെ ആവണം. അപ്പൊ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിലും നമുക്ക് പോയിട്ട് വരാൻ, ഇതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിലും ചെന്ന് ആക്രമണം നടത്തിയിട്ട് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പൊ അതിന് നമ്മൾ ഇനി നമ്മൾ എന്തായാലും എയിം ചെയ്യുന്നത് സ്റ്റെൽത്ത് ഫൈറ്റർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. നമുക്ക് റഫേൽ ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും നമ്മൾ സ്ക്വാഡ്രൺ ബേസിസിൽ നമ്മൾ കുറവാണ്. നമുക്ക് സ്ക്വാഡ്രൺ ബേസിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ IAF ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുകയാണ്. തീരുമാനം എന്ന് പറഞ്ഞാൽ 100 ബില്യൺ ബഡ്ജറ്റ് ആണ് ചോദിക്കുന്നത്. ഈ 100 ബില്യൺ എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ 1 ഇയർ ബഡ്ജറ്റ് ആണ്, ഡിഫൻസിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. അപ്പൊ ഈ $100 ബില്യൺ മുടക്കിക്കൊണ്ട് നമ്മൾ ഓൺലി ഫോർ ഈ ഒരു F-35 മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീമമായിട്ടുള്ള ഒരു എക്സ്പെൻസസ് ആയിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത്. 110 F-35 ആണ് മേടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ IAF പറഞ്ഞിരിക്കുന്നത് അത് F-35 ആണെങ്കിലും കുഴപ്പമില്ല, അതേപോലെ സുഖോയ് 57 ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നാണ് IAF പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് F-35 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് നോക്കാം. 110 എണ്ണം ഒന്നും മേടിക്കണ്ട, ചെറിയ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ 3 സ്ക്വാഡ്രൺ 2 സ്ക്വാഡ്രൺ ഒന്നും പോകണ്ട. ചിലപ്പോൾ ഒരു സ്ക്വാഡ്രൺ ഒരു പക്ഷേ മേടിച്ചാലായി. എന്തുകൊണ്ട് ഒരു സ്ക്വാഡ്രൺ ട്രൈ ചെയ്തുകൂടാ എന്നുള്ള നിലയിലുള്ള ആലോചനകളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും ചെറിയ ക്വാണ്ടിറ്റി, ഒരു പക്ഷേ ഇത്രമാത്രം പ്രഷർ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്ന സ്ഥിതിക്ക് നമ്മളുടെ ട്രേഡ്, ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പക്ഷേ ഒരു സ്ക്വാഡ്രൺ F-35 വാങ്ങിക്കാനുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരും എന്നാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഫൈറ്റർ ജെറ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം, യെസ് വേണം. സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ യെസ്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തന്നെ വേണം. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക അതിലോട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നമ്മൾ 3 സ്ക്വാഡ്രൺ പോകത്തില്ല, ഒരു സ്ക്വാഡ്രൺ ആയിരിക്കും മേടിക്കുന്നത്. മേടിച്ചിട്ട് ഒന്ന് പരീക്ഷിക്കുക. കാരണം വേറെ ഒന്നുമില്ല, ഈ F-35 മേടിച്ചു കഴിഞ്ഞാൽ ഈ അതിൽ വെക്കുന്ന ആയുധങ്ങളായിക്കോട്ടെ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ളതെല്ലാം റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ F-35 വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന്റെ ആക്സസറീസ് എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പൊ അതിന്റെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു 3 കമ്പാരിസൺ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. F-35 ആണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മില്യൺ മുതൽ 115 മില്യൺ വരെ ചെലവാകും. ഒരു F-35 കാര്യമാണ് പറയുന്നത്, ഒരു F-35. അതേപോലെ അത് 40 വർഷം, അതാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഫൈറ്റർ ജെറ്റിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 40 വർഷമാണ്. അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ അതിൽ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും അതിന് ഒരു എക്സ്പെൻസസ് വരുന്നത് 80.16 ബില്യൺ ആണ്. 80.16 ബില്യൺ ആണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. അപ്പൊ ഇത് 80.16 ബില്യൺ ഇൻറ്റു 110 നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. അപ്പൊ ആ രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് മേടിക്കാൻ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള റഫാൽ ഫൈറ്റർ ജെറ്റ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 130 മില്യൺ ആണ് യൂണിറ്റ് കോസ്റ്റ് വരുന്നത്. ഒരു ഫ്ലൈറ്റിന്റെ വിലയാണ് പറയുന്നത്, 130 മില്യൺ ആണ് യൂണിറ്റ് കോസ്റ്റ് വരുന്നത്. പക്ഷെ അതേസമയം അതിന്റെ 40 വർഷത്തെ ലൈഫ് സൈക്കിൾ എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ 48.71 ബില്യൺ ആണ്. 48.71 ബില്യൺ കമ്പാരിറ്റീവ്ലി F-35 50% ലെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് റഫാൽ നമുക്ക് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. 40 വർഷത്തേക്കുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ സുഖോയ് 57 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്രൈസ് 35 മില്യൺ ടു 40 മില്യൺ ആണ് യൂണിറ്റ് പ്രൈസ്. ഒരു ഫൈറ്റർ ജെറ്റിന്റെ വിലയാണിത്.
അത് നമ്മൾ അത്രയും മുടക്കി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ 40 വർഷത്തെ ആ ഒരു ലൈഫ് സൈക്കിളിൽ ചെലവാകുന്ന പൈസയെ കുറിച്ച് ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള എമൗണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് കമ്പാരിറ്റീവ്ലി ഈ ഒരു റഫേലിന്റെ ആ ഒരു എക്സ്പെൻഡിച്ചർ തന്നെ വരാനാണ് 48-50 ബില്യൺ വരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഫൈറ്റർ ജെറ്റ് F-35 നമ്മളുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബിസിനസ്മാൻ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നല്ല രീതിയിലുള്ള പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രഷറിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാരെ കുറെ ആൾക്കാരെ ഈ പനാമയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ US ഡൊണാൾഡ് ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷം കോസ്റ്റാറിക്ക പനാമയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റിൽ അവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റാറിക്ക പനാമ ഇവിടുത്തെ ലീഡേഴ്സ് ഒക്കെ പറയുന്നത് ചെറിയ എമൗണ്ട് നിങ്ങൾ തന്നാൽ മതി, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രം ഇമിഗ്രൻസിനെ ഞങ്ങൾ കുറച്ച് മാനേജ് ചെയ്യാം, ഞങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും നക്കാപ്പിച്ച തന്നാൽ മതി, അവന്മാർക്ക് പൈസ കിട്ടിയാൽ മതി. അപ്പൊ ആ രീതിയിൽ USA ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ അയച്ചിരിക്കുന്ന 293 ആൾക്കാരെയും ഇല്ലീഗൽ എമിഗ്രന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ഇല്ലീഗൽ എമിഗ്രന്റ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ നാട്ടിലോട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, അവരെ അവരുടേതായിട്ടുള്ള രാജ്യത്തിലേക്ക് തിരിച്ചയക്കൂ, എന്തെങ്കിലും ചെയ്യുക, അതൊരു വിഷയമേ അല്ല. അതേസമയം അവരെ എത്ര വേഗം നാട് കടത്തുന്നതിൽ നമ്പർ 1 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിടിച്ച പാടെ അവരെ നാട് കടത്തുകയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ നിന്ന് എവിടെയെങ്കിലും കയറി പോവാതിരിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഇല്ലീഗലായിട്ട് കയറിപ്പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവര് ഈ കയറിപ്പോയ ആൾക്കാർ മാത്രമല്ല, ഇതേ രീതിയിൽ ഇവർ ഇല്ലീഗലായിട്ട് ഇവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരൊക്കെ ഏത് മാനസികാവസ്ഥയിലാണ് ഈ ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ നിന്നും ഇല്ലീഗലായിട്ട് ചാടിക്കയറി പോകുന്നവൻ ആ ബോർഡർ കടക്കുമ്പോഴത്തേക്കും, അമേരിക്കയുടെ ബോർഡർ കടക്കുമ്പോഴത്തേക്കും ഈ പാസ്പോർട്ടൊക്കെ വലിച്ചു കീറി കളഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. കാരണം പാസ്പോർട്ടോട് കൂടി പിടികൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ തിരിച്ചയക്കും. ഇതാണ് പോളിസി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റൻഷൻ സെന്ററിലൊക്കെ പോയി കിടക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റിസൺഷിപ്പ് കാത്ത് കിടക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവർക്ക് പാസ്പോർട്ട് ഇല്ലാതെ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് ഇവരെ റെഫ്യൂജികൾ എന്ന് കരുതപ്പെടുന്നത്. അങ്ങനെ റെഫ്യൂജി കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ട് പിന്നീട് കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വിസയൊക്കെ ആകുന്ന ഒരു രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ കയറി പോയി വിസയൊക്കെ ആയി ഇപ്പൊ ലീഗലായിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. പക്ഷെ ലീഗലൈസ്ഡ് ആയവർക്ക് ഇത്ര പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ലീഗലൈസ് ആവാത്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ആദ്യം പറഞ്ഞിരുന്നത് ഒരു 80,000 ആൾക്കാർ, 1 ലക്ഷത്തിൽ താഴെയുള്ള ആൾക്കാർ ഇന്ത്യക്കാർ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 to 7 lakh ഇന്ത്യൻസ് ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അമേരിക്കയിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഇതൊക്കെ ഇന്ത്യയെ നാണം കെടുത്തുന്ന, അതേപോലെ ഇന്ത്യക്ക് അപമാനകരമായി തീരുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇന്ത്യക്കാർക്ക് ജോലി വേണം, ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം, ഇതെല്ലാം സർക്കാരിന്റെ കാര്യങ്ങൾ തന്നെ. ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ജോലി ഇല്ല എന്നൊക്കെ പറയും. ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇല്ലീഗലായിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് കടലെടുത്ത് ചാടാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് എവിടേക്കെങ്കിലും ജോലി കണ്ടെത്തി പോകുന്ന രീതിയാണ്. എത്രയോ ആൾക്കാർ ഗൾഫ് മേഖലകളിൽ പോയി ജോലി എടുക്കുന്നുണ്ട്. അവരൊക്കെ ഇല്ലീഗലായിട്ടാണോ പോകുന്നത്? ഇല്ലീഗലായിട്ട് പോകാതിരിക്കുക. കാരണം ഇല്ലീഗലായിട്ട് US പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണം 50 ലക്ഷം. അതെന്താ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ 50 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കുള്ളിൽ താമസിച്ചൂടെ? പിന്നെ എന്ത് ന്യായീകരണമാണുള്ളത്? ഇവിടെ ജോലി തന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ജോലി ഇല്ല, ഇവിടെ ജോലി ശരിയാക്കണം എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു രീതിയിലുള്ള വാദവും ഇവിടെ വാലിഡ് അല്ല. അതൊക്കെ ഇറലവന്റ് ആണ്. കാരണം നിങ്ങൾ ഇല്ലീഗലായിട്ട് നിങ്ങൾ പോകുന്നത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് ചെറിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് വലിയ ചിലവൊന്നുമില്ല. ഒരു 3-4 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ പോകുന്നെങ്കിലും ഓക്കെ, കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ശരി, നിങ്ങൾ ജീവിക്കാൻ പോയി, അങ്ങനെയെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അമേരിക്കയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇല്ലീഗലായിട്ട് പോകാൻ 50 ലക്ഷം വേണം. ഈ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചൂടെ? തട്ടുകടയായിട്ട് ജീവിച്ചൂടെ? അപ്പൊ ഇതൊക്കെ ഈ വിദണ്ഡാവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇല്ലീഗലായിട്ട് പോയത് തെറ്റ് തന്നെയാണ്. ആ രീതി അവർ തിരിച്ചയക്കും. എന്തായാലും ഇപ്പൊ പനാമയിൽ ഇപ്പൊ ഇവരെ ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇതിനകത്ത് ഏതാണ്ട് ഒരു 60 മുതൽ 80 ഇന്ത്യക്കാരുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് അഥവാ പനാമയിലുള്ള ഇന്ത്യൻ എംബസി ശരിക്കും പറഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കാര്യമൊന്നുമില്ല, ഇവരെ വാലിഡേറ്റ് ചെയ്യണം. കാരണം ഇത് ഇന്ത്യക്കാർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇപ്പം ഈ ബംഗ്ലാദേശ്, അതേപോലെ ശ്രീലങ്ക, ഇവിടെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ചാടിക്കേറി ഇതേപോലെ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ട് പോയവനെല്ലാം ഇപ്പൊ ഇന്ത്യക്കാരൻ എന്നുള്ള ലെവലിൽ തിരിച്ചു വരാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി എല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇവരെ ഇന്ത്യക്കുള്ളിൽ എടുക്കുള്ളൂ. അപ്പൊ പനാമയിൽ പോകുന്ന ആൾക്കാർ അവിടെ ഇനിയിപ്പോ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറി വന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ പനാമ, കോസ്റ്റാറിക്ക ഇവിടെ എങ്ങാനും ജീവിച്ച് പൊയ്ക്കോളാം എന്നുള്ള നിലയിൽ അവർ സ്വമേധയാ സമ്മതിച്ച് പനാമയിലോട്ട് പോയതാണോ നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് നാണക്കേടാണ്. ഇങ്ങനെ ഇല്ലീഗലായിട്ടൊക്കെ കയറി പോവാതിരിക്കുക, അതാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ USAID കുറിച്ച് ഇങ്ങനെ പബ്ലിക്കലി വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ അതിനകത്ത് വന്നിരിക്കുകയാണ്. അതായത് $21 മില്യൺ സ്പെൻഡ് ചെയ്തത് ഇന്ത്യ ത്രൂ ബംഗ്ലാദേശിലെ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ കൗണ്ടർ ചെയ്തത് അങ്ങനെയല്ല. ഇന്ത്യ കൗണ്ടർ ചെയ്തത് നിങ്ങളുടെ ഡീപ് സ്റ്റേറ്റ് ത്രൂ ആ ഒരു രീതിയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. കാരണം ഫണ്ട് വന്നത് അമേരിക്കയിൽ നിന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല. ഇത് എവിടെ പോയി, ഏത് NGO ത്രൂ പോയി എന്നുള്ളത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ.
അല്ലാതെ ഇന്ത്യക്കാർക്ക് പൈസയും വേണ്ട, ഇന്ത്യക്ക് നിങ്ങളുടെ എയ്ഡും വേണ്ട, ഇന്ത്യയിൽ വോട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ചെലവിന്റെ ആവശ്യമില്ലെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇന്ത്യ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. വീണ റെഡ്ഡി, ഇവർ ഇന്ത്യയിലെ US എയ്ഡിന്റെ തലപ്പത്ത് ജോലി ചെയ്തിരുന്ന ഫോർമർ ഉദ്യോഗസ്ഥയാണ്, മുൻപിരുന്ന ഉദ്യോഗസ്ഥയാണ്. ആ ഒരു ഉദ്യോഗസ്ഥയെ ഇന്ത്യ ഇപ്പം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇവരിരുന്ന കാലഘട്ടങ്ങളിലാണ് ഈ പൈസ വന്നതായിട്ടുള്ള ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്നാണ് ഈ ഒരു 21 മില്യൺ ഈ 2012, 13, 14 ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്തത്, US എയ്ഡുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വിലയിരുത്താൻ വേണ്ടി ഇവരുടെ പുറകിലാണ് കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പൊ നീക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പൊ ഈ വീണ റെഡ്ഡിയുടെ പുറകിലാണ്. കാരണം അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തു വരാൻ പറ്റൂ. ഇനി ഈ ലേഡി കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ ബംഗ്ലാദേശ് വോട്ടിംഗ് മറിക്കാൻ വേണ്ടിയിട്ട് $29 മില്യൺ വേറെ കൊടുത്തതായിട്ട് US എയ്ഡിൽ രേഖകളുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ ഭയങ്കര കോൺട്രാഡിക്ഷൻ ആണ്. എന്തായാലും ഇത് US-ന്റെ സൈഡിൽ നിന്നും ഇന്ത്യയുടെ സൈഡിൽ നിന്നും അന്വേഷിച്ച് ഇതിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം പുറത്തു വരേണ്ടതാണ്. കാരണം പൊതുജനങ്ങൾക്ക് അറിയണമല്ലോ ഈ പൈസ കൊണ്ടുപോയത് ആരാണെന്ന്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.